ശശി തരൂരും ജോൺ ബ്രിട്ടാസും ഇ ടി മുഹമ്മദ് ബഷീറും അടക്കമുള്ള മലയാളികൾ അടങ്ങിയ പ്രതിപക്ഷ എംപിമാർ വിദേശത്ത് പോയി അവരെ നിയോഗിച്ചിരിക്കുന്ന രാജ്യത്ത് പോയി നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും നൽകുന്ന പരിശീലനത്തെ അടിസ്ഥാനപ്പെടുത്തി രാജ്യത്തിന് വേണ്ടി വാദിക്കണം. അതായത് അവർ ഉന്നയിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും വിശദീകരണം കൊടുക്കേണ്ട ബാധ്യത തരൂരിനും ബ്രിട്ടാസിനും ഇ ടി മുഹമ്മദ് ബഷീറിനും OYC-ക്കും സൽമാൻ ഖുർഷിദിനും ഒക്കെ എത്തുകയാണ്. രാജ്യത്തിന്റെ വക്താക്കളായി അവർ പോകുന്നത് വിമർശിക്കാനല്ല. ഇവിടെ വിമർശിക്കുമ്പോൾ, ഇവിടെ രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോൾ, അടുത്ത തെരഞ്ഞെടുപ്പിൽ മോദിയുടെ വീഴ്ച എന്ന തരത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കടിച്ച പാമ്പിനെ കൊണ്ട് വിഷമെടുപ്പിക്കുന്നത് പോലെ ഇവരെ കൊണ്ട് വിദേശത്ത് പോയി ഇന്ത്യയുടെ പ്രതിനിധികളായി ഇതൊക്കെ വിശദീകരിച്ചു കൊടുക്കേണ്ട ബാധ്യത ഏറ്റെടുക്കുകയാണ്. അസാധാരണ നീക്കമാണ്. ഇത് ആദ്യമല്ല ഇങ്ങനത്തെ ഡെലിഗേറ്റുകൾ അയക്കുന്നത്. ഇതിനു മുൻപ് 2 തവണ ഇന്ത്യ ഡെലിഗേറ്റുകൾ അയച്ചിട്ടുണ്ട്. 1994 ആദ്യം. അതൊരു ഡെലിഗേറ്റ് ആണ് UN മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് ജനീവയിലേക്ക് പോയി. അതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു ആണ്. ഒപ്പം ഉണ്ടായിരുന്ന രണ്ടാമൻ അന്നത്തെ പ്രതിപക്ഷ നേതാവ് AB വാജ്പേയി ആണ്. അന്ന് വിദേശകാര്യമന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദ് ഉണ്ടായിരുന്നു. ഇപ്പോഴും സൽമാൻ ഖുർഷിദ് ഉണ്ട്. അതുപോലെ ജമ്മു കാശ്മീരിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഫറൂഖ് അബ്ദുള്ളയും ഉണ്ടായിരുന്നു. അവരൊക്കെ അവിടെ പോയി കൃത്യമായി ബോധ്യപ്പെടുത്തിയതുകൊണ്ടാണ് പാകിസ്ഥാൻ അന്നത്തെ കുൽസിത ശ്രമം നടക്കാതെ പോയത്. പാകിസ്ഥാൻ അന്ന് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഇന്ത്യക്കെതിരെ പ്രമേയം പാസ്സാക്കാനുള്ള നീക്കം നടത്തിയപ്പോൾ അത് അട്ടിമറിക്കാൻ ആദ്യത്തെ ആ സർവകക്ഷി സംഘത്തിന് സാധിച്ചു. രണ്ടാമത് 2008 മുംബൈ ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ഡെലിഗേറ്റിനെ അയച്ചു. ആ ഡെലിഗേറ്റ് സംഘത്തിന് പാകിസ്ഥാനെ സാമ്പത്തിക ഇടപാടുകളിൽ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുണ്ടായി. മാത്രമല്ല ലഷ്കർ-ഇ തയ്യിബ ഒരു ഭീകര സംഘടനയാണ് എന്ന് ബോധ്യപ്പെടുത്താനും അവർക്ക് കഴിഞ്ഞിരുന്നു. അതേ നയം പിന്തുടർന്നുകൊണ്ടാണ് ഇപ്പോൾ അതിനേക്കാൾ ശക്തമായി ഏതാണ്ട് 7ഓളം പ്രതിനിധി സംഘത്തെ ഇന്ത്യ അയക്കുന്നത്. ആ സംഘം എല്ലാ പാർട്ടികളിൽ നിന്നും മോദി തന്നെ തെരഞ്ഞെടുത്ത പ്രഗത്ഭരുടേതാണ്. അതിവിദഗ്ധമായ ഒരു നീക്കമായി ഇതിനെ കാണേണ്ടി വരും. ഇതാണ് മോദിയെയും BJP സർക്കാരിനെയും വ്യത്യസ്തമാക്കുന്നത്. അവർ ബുദ്ധിപരമായും കൃത്യമായും എങ്ങനെ രാജ്യത്തെ സേവിക്കണം, എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്ന് തെളിയിക്കുകയാണ് മോദിയും സംഘവും.